അതെന്താ? എന്തോ എൻ്റെ കടൽ ഭ്രാന്തുകാരനായിരിക്കും. എനിക്കുണ്ട് കടലുമായൊരു ഒബ്സഷൻ. പക്ഷേ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇത് ഫോറിനേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു ലക്കിന് കിട്ടിയതാ. അയ്യോ, ഇതെന്ത് പറ്റി? അത് നീ വന്നപ്പോൾ ആ വാതിലിൻ്റെ കുറ്റി ഞാൻ തുറന്നില്ലേ? തന്നെ. ഏയ്, എന്തായി ചെയ്യണ? നല്ല സ്വീറ്റ് ബ്ലഡ്. നല്ല രസമുണ്ട്, ഒരു സന്യാസിയെ പോലെ. പക്ഷേ ഇന്ന് ഈ സന്യാസി വേഷം വേണ്ട. ഇത് കളയോ പ്ലീസ്. നീ എന്തായി പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞാ ചെയ്യില്ലേ? അത് ആളുകൾ എന്ത് വിചാരിക്കും? എത്ര വർഷങ്ങളായി അവരെന്നെ രൂപത്തിൽ കാണുന്നു. പെട്ടെന്നൊരു ദിവസം എങ്ങനെയാ? ആളുകൾ എന്തിനാ ഇതിനെ പറ്റിയൊക്കെ ടെൻഷൻ അടിക്കുന്നത്? ഇത് വടിച്ചൊരു കൊച്ചു പയ്യനാവും. പ്ലീസ്. ഏയ്, അത് ശരിയാവില്ല ആഗ്നസ്. മഞ്ഞ് പെയ്യുന്നുണ്ട് ആഗ്നസ്. അകത്തേക്ക് വാ. ആഗ്നസ്, ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് ധൃതി കാണിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ വൈകിയെന്നാ. നമ്മൾ വെറുതെ കൈയും കണ്ണും കലാശവും കാണിച്ച് കുറേ സമയം കളഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതെന്താ ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യമാണോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യണേ? നമ്മൾ തമ്മിൽ തലമുറകളുടെ വ്യത്യാസമുണ്ട്. അതിനെന്താ? അച്ഛൻ ഏത് സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്? നിനക്ക് മുന്നിൽ എത്രയോ ചോയ്സസ് ഉണ്ട് ആഗ്നസ്, അല്ലേ? ഇതൊരു ക്രഷ് മാത്രമാണെങ്കിൽ. ലോകത്ത് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ പ്രേമിച്ചത് എന്നാണോ വിചാരിച്ചത്? നോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്നേക്കാൾ എത്രയോ നല്ല ആൾക്കാരെ. അതെ, എൻ്റെ ക്ലാസ്സിലെ നല്ല ചുവന്ന ചാമ്പയ്ക്ക പോലത്തെ ആമ്പിള്ളേരെ കുറേ ഉണ്ട്. അവരിൽ പലരും എന്നെ ആർത്തിയോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും കണ്ണിൽ കാണാത്തൊന്ന് ഞാൻ ഈ കണ്ണിൽ കണ്ടു. ഐ വോണ്ട് ലവ് മാൻ. I want to know it. I want to feel it. എനിക്ക് എന്നെ തന്നെ ചതിക്കാൻ പറ്റുമോ? നീ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കണമായിരുന്നു. നോക്ക്, എൻ്റെ അടുത്ത് മാത്രം കള്ളം പറയരുത്. ഞാൻ മാത്രമല്ല ഈ ദിവസം ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടുണ്ട്. കാണിക്കട്ടെ?
ഇത്രയും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ കാമുകിയെ ചൂടിക്കാൻ ആരെങ്കിലും മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരുമോ? അച്ഛൻ്റെ ബ്രാൻഡ് വോഡ്കയാണോ? ഞാനകത്ത് കണ്ടു. വോഡ്ക കഴിച്ചാൽ മണം ഉണ്ടാവില്ല അല്ലേ? എൻ്റെ ഫ്രണ്ട് സിദ്ധി പറയാറുണ്ട്, അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അത്രേ അവൻ വെള്ളമടിക്കുന്ന കാര്യം. അച്ഛന് ഏത് ഫ്ലേവറാ ഇഷ്ടം? ഈ വിളി ഒന്ന് ഒഴിവാക്കിക്കൂടെ ആഗ്നസ്? വല്ലാത്തൊരു ടോർച്ചറാണിത്. അച്ഛ എന്നുള്ള വിളിയോ? അതെങ്ങനെയാ പെട്ടെന്ന് മാറ്റുക? ശീലിച്ചു പോയതല്ലേ അച്ഛാ? അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും. ഞാൻ ശ്രമിക്കാം അച്ഛാ. ഓ സോറി. ഫ്രണ്ടിന്റെ അച്ഛനായാലും അച്ഛന്ന് വിളിച്ചാൽ മതി എന്ന് അച്ഛൻ തന്നെയല്ലേ? ഓ സോറി 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 സോറി. ഐ എം സോറി. ഐ എം റിയലി സോറി. എനിക്കൊരു ക്ലാസ് എടുക്കാൻ മറക്കല്ലേ? ഹൈ, ഇതെന്തൂട്ട് പണിയാ ഇഷ്ട? നമുക്കൊരു സ്മോൾ ഒഴിക്ക്. അയ്യോ, ചെറുനാരങ്ങയല്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാരില്ല, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആക്കാം. വാവ്, അവിശ്വസനീയം. ഒന്ന് കുടിച്ചു നോക്കൂ. ഇന്നത്തെ രാത്രി ചരിത്രത്തിൽ പ്രവേശിക്കാൻ പോവാ. വോഡ്കയിൽ മുല്ലപ്പൂ ഇട്ടും കുടിക്കുക എന്ന കണ്ടുപിടുത്തം നടത്തിയ ആഗ്നസ് ഫെർണാണ്ടസ് എന്ന പെൺകുട്ടിയിലൂടെ
എന്തേ? എന്തെങ്കിലും വാങ്ങണോ സാർ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. സോഡയോ സിഗരറ്റോ വല്ലതും? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ്. എന്നാ ശരി. സാർ, ഇനി എന്താ? നാരങ്ങ വാങ്ങണോ സാർ? വേണ്ട. ആഗ്നസ്, 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 നീ എവിടെയാ? ആഗ്നസ്, ആഗ്നസ്. Ooh!